CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളത്ത് ഉത്സവത്തിനെത്തിച്ച ആനയിടഞ്ഞ് കട തകർത്തു. കുന്നംകുളം പെലക്കാട്ടുപയ്യൂർ മഹർഷിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച പാണഞ്ചേരി ഗജേന്ദ്രൻ എന്ന ആനയാണ് പുലർച്ചെ ഇടഞ്ഞത്. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് അനുബന്ധ ജോലികൾ പൂർത്തീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ കമ്പനിക്കെതിരെ MLA പ്രതിഷേധിച്ചു. മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിലാണ് MLA പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ചിറ്റണ്ട സെന്ററിൽ സ്ഥാപിച്ചിട്ടുള്ള മിനി മാസ് ലൈറ്റിന്റെ സ്വിച്ച് ബോർഡുകൾ തകർന്നു. വൈദ്യുതി ജീവനക്കാരുടെ അനാസ്ഥ പ്രദേശത്ത് അപകടാവസ്ഥ ക്ഷണിച്ചു വരുത്തുന്നുവെന്ന് ആരോപണം. ചാവക്കാട് ബീച്ചിൽ അജ്ഞാത മൃതദേഹം. ഇന്ന് രാവിലെ 11:30 മണിയോടെയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് സമീപം കടൽ തീരത്ത് ജഡം കാണപ്പെട്ടത്. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ എരുമപ്പെട്ടി മങ്ങാട് സെന്ററിന് സമീപമുള്ള വളവിൽ അപകടങ്ങൾ പതിവാകുന്നു. കഴിഞ്ഞ ദിവസം നിയന്ത്രണം വിട്ട ഇരുചക്രവാഹനം കാനയിൽ വീണ് യുവാവിനെ പരിക്കേറ്റു. പെരുമ്പടപ്പ് പോലീസിനെതിരെ മുഖ്യമന്ത്രി, DGP എന്നിവർക്ക് പരാതി നൽകുമെന്ന് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത്. പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള പാലപ്പെട്ടി പുതിയിരുത്തി ഹോമിയോ ഡിസ്പെൻസറിക്ക് വേണ്ടി കെട്ടിടം നിർമ്മിക്കുന്ന സ്ഥലത്ത് അനധികൃതമായി പൂട്ടുപൊളിച്ചകത്ത് കയറി വസ്തുവകകൾ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറായിട്ടില്ലെന്ന് ആരോപിച്ചാണ് പെരുമ്പടപ്പ് പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെയും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിന്റെയും ചൂണ്ടൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്യാൻ തൃശൂർ പദ്ധതിയുടെ ഭാഗമായി സൗജന്യ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പോർക്കുളം പഞ്ചായത്തിലെ SC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി മേശയും കസാരയും വിതരണം ചെയ്തു. പഞ്ചായത്തിന്റെ 2023-24 സാമ്പത്തിക വർഷത്തിലെ ജനകീയ ആസൂത്രണ പദ്ധതി ഉൾപ്പെടുത്തി മേശയും കസാരയും നൽകിയത്. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കർമ്മല മാതാവിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ജനുവരി 22 മുതൽ 27 വരെയുള്ള തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ഈ വർഷത്തെ ഡോക്ടേഴ്സ് ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചു. വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ഡോക്ടേഴ്സ് ഫാമിലി മീറ്റ് ആശുപത്രിയിലെ സീനിയർ ഡോക്ടറും ഗൈനക്കോളജി വിഭാഗം മേധാവിയുമായ ഡോക്ടർ ജാനകി ഉദ്ഘാടനം നിർവഹിച്ചു. മുത്തശ്ശി കഥകളിൽ കേട്ടതും വായിച്ചറിഞ്ഞതുമായ ആനക്കഥ കണ്ടറിയാൻ വിദ്യാർത്ഥി കൂട്ടം ഗുരുവായൂർ ആനത്താവളത്തിലെത്തി. ചാവക്കാട്, കുന്നംകുളം, മുല്ലശ്ശേരി, വടക്കാഞ്ചേരി, വലപ്പാട് വിദ്യാഭ്യാസ ഉപജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 35 വിദ്യാർത്ഥികളാണ് പഠനയാത്രയുടെ ഭാഗമായി ആനത്താവളം സന്ദർശിച്ചത്. കുന്നംകുളം ബെദിനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 58ാമത് വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. പരിശുദ്ധ മൊറാൻ മാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു. വിധവക്ഷേമ സംഘം ചൊവ്വന്നൂർ അയ്യപ്പത്ത് റോഡ് യൂണിറ്റ് സംഗമവും ID കാർഡ് വിതരണവും സംഘടിപ്പിച്ചു. അയ്യപ്പത്ത് യൂണിറ്റ് സെക്രട്ടറി സുലോചനയുടെ ഭവനത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് വാർഡ് കൗൺസിലർ ബീന രവി അംഗങ്ങൾക്ക് ID കാർഡ് നൽകി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ ഗിഫ്റ്റ് ചിൽഡ്രൻ പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ഫീൽഡ് ട്രിപ്പ് സംഘടിപ്പിച്ചു. ഗിഫ്റ്റ് ചിൽഡ്രൻ പദ്ധതിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ഫീൽഡ് ട്രിപ്പിന്റെ ഭാഗമായി അരിയന്നൂർ കുടക്കല്ലുകൾ സന്ദർശിച്ചു. ആൽത്തറ പുഴിക്കളയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വീട്ടിലെ കിടപ്പുമുറിയിലാണ് ചിറ്റിലപ്പള്ളി ആന്റണി മകൻ പോൾസിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചാലിശ്ശേരി സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ പരിശുദ്ധ ദേവമാതാവിന്റെ തിരുനാൾ വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ആഘോഷിക്കും. പെരുന്നാളിന്റെ മുന്നോടിയായി ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ബിജു ഇടയാളിക്കുടിയിൽ കൊടിയേറ്റം നടത്തി. സമസ്ത എന്ന വടവൃക്ഷത്തിന്റെ തണലിലാണ് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ നിലനിൽപ്പും വളർച്ചയുമെന്ന് സമസ്ത ജില്ലാ മുഷാവർ അംഗം മുസ്തഫ നദ്വി മരത്തങ്കോട് അഭിപ്രായപ്പെട്ടു. മരത്തങ്കോട് റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീനും മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച സമസ്ത സ്പെഷ്യൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബെഥാനിയ സ്കൂൾ വാർഷികം ക്രിസാലിസ് ആഘോഷിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. വെള്ളാറ്റഞ്ഞൂർ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്ര പൂരമഹോത്സവം ഭക്തിസാന്ദ്രമായി. വെള്ളാറ്റഞ്ഞൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യത്തിന്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. 17 സെക്കൻഡിൽ പല്ലുകൊണ്ട് നാളികേരം പൊതിച്ച് താരമാവുകയാണ് കബീർ. പെരുമ്പിലാവ് കരിക്കാട് എരച്ചം വീട്ടിൽ 36-കാരനായ കബീർ 17 സെക്കൻഡിൽ തന്റെ പല്ലുപയോഗിച്ചാണ് നാളികേരം പൊതിക്കുന്നത്. സംസ്ഥാനത്തെ മികച്ച NCC ഓഫീസർക്കുള്ള NCC ഡയറക്ടർ ജനറലിന്റെ കമാൻഡേഷൻ ബാഡ്ജിന് കൂനമുച്ചി സ്വദേശി മേജർ PJ സ്റ്റൈജു അർഹനായി. ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ സ്റ്റൈജുവിനുള്ള അവാർഡ് സമ്മാനിക്കും. തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നീക്കത്തിനെതിരെ പുന്നയൂർ പഞ്ചായത്ത് LGML പ്രതിഷേധ കൂട്ടായ്മ നടത്തി. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് RP ബഷീർ ഉദ്ഘാടനം ചെയ്തു.
2024 ജനുവരി 23 മുതൽ 26 വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ പ്രചരണാർത്ഥം നടക്കുന്ന ഖേവാക്ക് എന്ന പരിപാടിയുടെ ഭാഗമായി മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാലയ പരിസരത്ത് കൂട്ടനടത്തം സംഘടിപ്പിച്ചു. പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തും സാമൂഹികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് പരിചരണ ദിനം സംഘടിപ്പിച്ചു. വടക്കേക്കാട് TMK റീജൻസിൽ മുതിർന്ന പരിരക്ഷ ഗുണഭോക്താവ് ശശിധരൻ താമരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറാം ഹോസ്പിറ്റൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ ശ്വാസകോശ നിർണയ ക്യാമ്പ് നടത്തുന്നു. ബുധനാഴ്ച വൈകിട്ട് 4 മുതൽ 5 വരെയാണ് ക്യാമ്പ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ശാസ്ത്രാവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിന് വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. 30 ചൊവ്വാഴ്ച രാത്രി 7:30 മുതൽ 8:30 വരെ ഓൺലൈൻ വഴിയാണ് ക്വിസ് മത്സരം. രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാന്റെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി BRC UP വിഭാഗം കുട്ടികൾക്കായി നടത്തുന്ന സയൻസ് ഫെസ്റ്റ് 2023-24 സ്കൂൾ തല ഉദ്ഘാടനം മുണ്ടത്തിക്കോട് NSS VHSSL സ്കൂൾ വികസന സമിതി അംഗം രാജു മാരാത്ത് നിർവഹിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.